NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ലോങ് മാർച്ചിന് ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലും പ്രചരണം സജീവം. സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ച 5 ഗഡു ക്ഷാമബത്തിയുടെ കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, 12ാം ശമ്പള പരിഷ്കരണം എന്നിവ നിഷേധിക്കുന്നതിലൂടെ അപ്രഖ്യാപിത സാലറി ചലഞ്ച് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ക്ലിപ്പ് ഹൗസിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും നവംബർ 18-ന് ലോങ് മാർച്ച് നടത്തുന്നത്. ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രകടനവും മാർച്ചും പൊതുയോഗങ്ങളും നടത്തുന്നു. നവംബർ 18-ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പാലക്കാട് അഞ്ചുവിളക്കിൽ നിന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് ലോങ് മാർച്ച് നടത്തും. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ അണിനിരത്തിയാണ് ജില്ലാതല മാർച്ച് നടത്തുന്നത്. അസോസിയേഷന്റെ ലോങ് മാർച്ചിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നെന്മാറയിൽ പ്രചരണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം OS സാഗി, പ്രജിത് വി നാഥ്, ഫിറോസ് ഉണ്ണികൃഷ്ണൻ, ദിവ്യദാസ് എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന DA, ലീവ് സറണ്ടർ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇതുപോലുള്ളവ നേടിയെടുക്കുന്നതിന് വേണ്ടി NGO അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി നാളെ ക്ലിഫ് ഹൗസിലേക്കും അതുപോലെ മറ്റ് 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ലോങ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരന് കഴിഞ്ഞ 9 വർഷങ്ങളായി ഗവൺമെൻറ് നിന്ന് നിരവധി പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലമാറ്റ ഭീകരത, അതുപോലെ ഈ DA കുടിശ്ശിക തന്നെ അനുവദിക്കുന്ന DAക്ക് ഒരു മുൻകാല പ്രാബല്യം പറയുന്നില്ല. 5% 5 ഗഡു DA നമുക്ക് കിട്ടാനുണ്ട്. ഈ ഒരു അവസരത്തിൽ NGO അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാപ്പകൽ സമരം, ലോങ് മാർച്ച് ഇങ്ങനെയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.